കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്ന തലയും വെട്ടും. നമ്മുടെ SFI പിള്ളേരുടെ മേത്ത് ഒരു തരി മണ്ണ് വീണാലുണ്ടല്ലോ, കത്തിക്കും എല്ലാത്തിനെയും. ഇനിയിപ്പം മണ്ണ് വീണില്ലെങ്കിലും SFIക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഇവിടെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം പിന്നെ ഗോവിന്ദ. കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ ബിരുദ പ്രവേശനത്തിന്റെ ഭാഗമായിട്ട് SFI പ്രവർത്തകർ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് കോളേജിൽ തർക്കം നടന്നു. SFI പ്രവർത്തകർ പ്രിൻസിപ്പലിനെ കയ്യേറ്റം ചെയ്തു എന്ന് അധ്യാപകൻ. SFIക്കാരല്ല, പ്രിൻസിപ്പളാണ് മർദ്ദിച്ചതെന്ന് പിള്ളേര്. രണ്ടുകൂട്ടരും പോലീസിൽ പരാതി കൊടുത്തു. ആരെങ്കിലും ആദ്യം തുടങ്ങാണ്ട് ഒരു മർദ്ദനം നടക്കില്ലല്ലോ. എവിടെ CCTV ദൃശ്യം എവിടെ? ഈ വിഷയത്തില് പിള്ളേരെല്ലാരും കൂടി പ്രിൻസിപ്പളിനെ അറഞ്ചം പൊറഞ്ചടിക്കാണല്ലോ. എന്നിട്ടാണോ മക്കളെ പ്രിൻസിപ്പള് ഞങ്ങളെ തല്ലിയെന്ന് പറഞ്ഞ് ഈ കണ്ട കോലാഹലൊക്കെ ഉണ്ടാക്കിയത്? പ്രിൻസിപ്പള് അവരുടെ പേപ്പർ ഉൾപ്പെടെ എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടാക്കി ഇവിടെ ഇടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ സംസാരിക്കാൻ വേണ്ടി പോയ സാഹചര്യം പ്രിൻസിപ്പളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളാരാ വന്ന് സംസാരിക്കുക, ഗുണ്ടകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് ചെവിക്ക് അടിക്കുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഇത്രയ്ക്ക് ക്രൂരനാണോ അവിടുത്തെ പ്രിൻസിപ്പള്? ഈ ചെറിയ പിള്ളേരുടെ ചെവിയിൽ നോക്കി എങ്ങനെ അടിക്കാൻ തോന്നണോ? എന്നാലും പ്രിൻസിപ്പൾ എപ്പോഴാണാവോലെ ഇവരടിച്ചത്? ആവശ്യമില്ല, നമ്മളതൊന്നും കണ്ടില്ലല്ലോ. അയ്യോ, പ്രിൻസിപ്പൾ എന്റെ ചെവി അടിച്ച് പൊട്ടിച്ചേന്നാണ് ഈ കുട്ടി മൊയലാളിമാര് പറയണത്. നമുക്കാർക്കും വിഷ്വലില് കാണാൻ പറ്റിയില്ലെങ്കിലും പോലീസുകാർക്ക് അത് കൃത്യമായിട്ട് കാണാൻ പറ്റിയത്രേ. അതുകൊണ്ട് SFI പിള്ളേരുടെ പരാതിയില് പോലീസ് പ്രിൻസിപ്പലിനെതിരെ കേസെടുത്തു. കേരള പോലീസിന് സുമ്മാവാ. ഇങ്ങനെ ഒരു ആക്ഷനോട് കൂടി ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇത് തെറ്റാണെന്ന്. ആ സമയത്താണ് ഇങ്ങനെ കൈ ഉയർത്തി പിടിച്ചപ്പോൾ എൻ്റെ കയ്യെ പിടിച്ച് പിരിക്കുകയും ഇന്നലെ ഞാൻ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടതായ സാഹചര്യം ഉണ്ടാകും. എക്സ്റേ പോലുള്ള പല ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ട്. എൻ്റെ ചെസ്റ്റിൻ്റെ എക്സ്റേ എടുത്തിട്ടുണ്ട്, കാരണം എനിക്ക് ബാക്ക് സൈഡിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനമെന്ന് പറയാവുന്ന രീതിയിലാണ് നടന്നിരിക്കുന്നത്. എന്നെ അടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് CCTVയിൽ കാണാൻ പറ്റും. അത് പോലീസിന് CCTV ആക്സസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പോലീസ് വന്ന് അതെല്ലാം ബാക്കപ്പ് ചെയ്തിട്ടുണ്ട്. എന്നെ അടിക്കുന്ന സീനുകൾ വരുന്നുണ്ട്. പക്ഷേ അവർ പറയുന്ന ഈ അടി എവിടെയാണ് നടന്നത് എനിക്കറിയില്ല. പ്രിൻസിപ്പലിന്റെ പരാതിയിലും കണ്ടാലറിയാവുന്ന 13 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസ് കേസെടുത്താലും പ്രിൻസിപ്പലിന് അറഞ്ചം പുറഞ്ചടിച്ചാലും SFIന് നോവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് എല്ലാവരും അനുഭവിക്കണ്ട. അതാണ് നമ്മുടെ കോമ്രേഡ്സിന്റെ ഒരു രീതി. അപ്പോഴേക്കും പ്രതിഷേധ പ്രകടനമായി, കൊലവിളി പ്രസംഗമായി, ബാരിക്കേഡ് തള്ളി മറിച്ചിട്ടില്ലായി, അങ്ങനെ ആകെ മൊത്തം ആളും ബഹളും. ഇതുകൊണ്ടൊന്നും തീർന്നില്ല മക്കളെ. ഇനി 2 ഭീഷണി പ്രസംഗം കൂടി നടത്തിയാലേ നമ്മുടെ കോമ്രേഡ്സിന്റെ ശ്വാസം ഒന്ന് നേരെ വീഴുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ SFIക്കാരുടെ അഭിമാനം ഇടിഞ്ഞു വീഴില്ലേ? ആവശ്യത്തിനും അനാവശ്യത്തിനും അടി, ഇടി, കൊലവിളി ഒക്കെ നിർബന്ധ. എന്നാലല്ലേ SFI ആവുള്ളൂ. SFIയുടെ ഒരു പ്രവർത്തകനെ ഒരു അധ്യാപകൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ അധ്യാപകൻ എങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടതെന്ന് നന്നായിട്ട് SFIക്കറിയാം. പിന്നെ അല്ല, പഠിപ്പിക്കണ അധ്യാപകനൊന്നും നോക്കേണ്ട കാര്യം SFIക്ക് ഇല്ലേട്ടാ. വെട്ടൊന്നും മുറി 2 എന്നുള്ളതാണ് നമ്മുടെ പിള്ളേരുടെ ഒരു രീതി എന്നറിയാലോ അല്ലേ? അധ്യാപകനെ പുറത്താക്കുന്നവരെ SFI സമരവുമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ ഇവിടെ സംഭവിച്ചിട്ടില്ലെങ്കിൽ, അതിനിവിടെ തയ്യാറായിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആ പിടിവിടാൻ വേണ്ടി തയ്യാറാവും. ആ പിടിച്ചു നിർത്തിയവരോട് ഞങ്ങൾ പറയും, ഇനി നമുക്ക് നോക്കാം. ഇവിടുത്തെ അധികാരികൾക്ക് പറ്റില്ലെങ്കിൽ നമ്മളായിക്കോളാം. നിയമം കയ്യിലെടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ SFIക്ക് അതൊക്കെ നിസ്സാരം. പുതിയ നിയമത്തിലെ പുതിയ മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ? എന്തിനറിയണം? SFIക്ക് SFIയുടേതായ നിയമങ്ങളുണ്ട്. എല്ലാരെയും അടിച്ചിടിച്ച് ശരിപ്പെടുത്താന്നുള്ളതാണ് SFIയുടെ നിയമം. സിമ്പിൾ. പിന്നീട് ഇവിടെ പറഞ്ഞതുപോലെ ഈ അധ്യാപകൻ രണ്ട് കാലില് ഈ അധ്യാപകനോടത്തെ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനകത്തേക്ക് കയറുവല എന്ന് പറയുന്നത് SFI ആണ്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാനുള്ള കഴിവും ഈ സംഘടനയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കിപ്പോ. വാക്ക് തർക്കത്തിന്റെ പേരിൽ സ്വന്തം അധ്യാപകനെ മർദ്ദിച്ചതും പോരാ, പൊതുമധ്യത്തിൽ നിന്ന് ആവേശത്തോടെ വിളിച്ചു പറയാണ് പ്രിൻസിപ്പൽ ഇനി 2 കാലിൽ നടക്കില്ല എന്ന്. ഇതൊന്നും ഇവിടുത്തെ പോലീസുകാർ കാണില്ലേ? ആഭ്യന്തര വകുപ്പ് കേൾക്കണില്ലേ? പോട്ടെ, പാർട്ടിക്കാരെങ്കിലും കാണില്ലേ? കുട്ടി കോമ്രേഡ്സിനെ തിരുത്താൻ ആരും ഇല്ലേ ഇവിടെ? ഈ വിഷയത്തിൽ SFI പിള്ളേർ പറയണത് പ്രിൻസിപ്പൾ മർദ്ദിച്ചിട്ടുണ്ടെന്നാണ്. പ്രിൻസിപ്പൾ മർദ്ദിച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് പോലീസ് കണ്ടുപിടിക്കട്ടെ. പക്ഷെ SFIക്ക് ഒരു ഇഷ്ടക്കേട് തോന്നിയിട്ടുണ്ടെങ്കിൽ SFI കയറി ആറാടും. അതിപ്പോ അങ്ങ് കൊയിലാണ്ടിയിലാണെങ്കിലും ഇങ്ങ് കാര്യവട്ടം ക്യാമ്പസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ക്യാമ്പസിലെ വിദ്യാർത്ഥിയും KSU ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സാൻ ജോസിനെ SFI പ്രവർത്തകര് ഇടിമുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു എന്നാണ് പുതിയ പരാതി. അല്ല, അറിയാൻ പാടില്ലായിട്ട് ചോദിക്കാണ്, നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി? KSU പ്രവർത്തകനെ ഇടിമുറിയിലിട്ട് മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പിന്നാലെ KSUക്കാർ പ്രതിഷേധമായിട്ട് വന്നു. അപ്പോൾ SFIക്കെതിരെയും KSUവിനെതിരെയും പോലീസ് കേസെടുത്തു. എന്നാലും എല്ലാരെയും തല്ലാനുള്ള ലൈസൻസ് SFIക്ക് ആരാണവ കൊടുത്തത്? SFI എല്ലാ പരിധിയും വിടുകയാണ്. കോളേജ് ക്യാമ്പസുകളിൽ അവർ നടത്തുന്ന അഴിഞ്ഞാട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സിദ്ധാർത്ഥൻ്റെ കൊലപാതകം. അതുപോലെയുള്ള സംഭവവികാസങ്ങൾ ക്യാമ്പസിൽ ഉണ്ടാകാൻ പാടില്ല. SFI ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് നാട്ടിൽ, കോളേജുകളിൽ.
അക്രമങ്ങളും അരാജകത്വവും ഉണ്ടാക്കാൻ ഉള്ള ശ്രമത്തിൽ നിന്ന് അവർ പിന്മാറുകയാണ് വേണ്ടത്. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ വിവരങ്ങൾ കേട്ട് നമ്മൾ ഞെട്ടിയതിന്റെ ആഘാതം മാറിയിട്ടില്ല. അതിന്റെ പിന്നാലെയാണ് SFIയുടെ ഈ അടിയും ഇടിയും തല്ലലും. കുട്ടി സഖാക്കളുടെ ഈ നിയമം കയ്യിലെടുക്കൽ പരിപാടിക്ക് മൂക്കുകയറിടേണ്ടെന്ന് അധികാരികളും നേതൃത്വവും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നന്ദി. മന്ത്രി സജി ചെറിയാനെ 3-4 ദിവസമായിട്ട് പുറത്ത് കാണാനില്ല. SSLC ജയിച്ചവർക്ക് എഴുത്തും വായന അറിയാൻ പാടില്ല എന്നുള്ള കണ്ടുപിടുത്തത്തിന് ശേഷമാണ് മിനിസ്റ്ററെ കാണാണ്ടായത്. എവിടെയാണാവോ? കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വെച്ചടി കയറ്റാണെന്ന് വരുത്തി തീർക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും ടീംസും കഷ്ടപ്പെടുമ്പോഴാണ് മന്ത്രി സജി ചെറിയാൻ പഠിക്കൽ കൊണ്ടുപോയി കാലോടച്ചത്. ഇവിടെ ഇപ്പൊ ഒരു 50% ആളുകളെ ജയിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. നമ്മുടെ നാട്ടിൽ നാളെ രാവിലെ ഭയങ്കര പ്രതിഷേധം. എല്ലാ സർക്കാർ ഓഫീസിലേക്കും രാഷ്ട്രീയ പാർട്ടികളുടെ മാർച്ച്. എന്താണ് സർക്കാർ പരാജയമാണ് 50%. ഈ 10ാം ക്ലാസ് ജയിച്ച നല്ലൊരു ശതമാനത്തിൽ വായിക്കാൻ എഴുതാൻ അടുത്ത കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്നതാണ് നല്ല കാര്യം. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് പുതിയ തലമുറ നമ്മൾ എടുക്കാൻ പോവാണ്. പശുവിനെ കണ്ട അറിയാത്ത കുട്ടികളല്ലേ നമ്മുടെ നാട്ടിൽ. പശുക്കളെ കണ്ടപ്പോ ഇംഗ്ലീഷിൽ തന്നോട് തന്നെ ചോദിക്കുന്ന കാര്യമാണ്. പട്ടിയാണെന്ന് ചോദിക്കും പശുവിനെ കണ്ട്. പോത്തിനെ കണ്ടറിയോ? എരുമയെ കണ്ടറിയോ? ഏതെങ്കിലും ഒരു മൃഗത്തെ കണ്ടറിയോ? പട്ടിയെ കണ്ടറിയായിരിക്കും വലിയ വളർത്തു മൃഗങ്ങളെ പട്ടികളൊക്കെ വേണ്ടി മേടിക്കും വളർത്തു. നമ്മളൊരു അസാധാരണമായ ജീവിത രീതിയിലേക്ക് മാറി. സജിയേട്ട നിങ്ങൾ വാ തുറന്നിട്ടുണ്ടെങ്കിൽ മൊത്തം പണിയാണല്ലോ. SSLC ജയിച്ച പിള്ളേർക്ക് എഴുത്തും വായന അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കേട് നമ്മുടെ സർക്കാരിനല്ലേന്ന്. അത് പറഞ്ഞ് പണി കിട്ടിയതിന് ശേഷം സജിയേട്ടന് പിന്നീട് ആ വഴി കണ്ടിട്ടേ ഇല്ല. എവിടെ പോയാവോ? പനിയായിട്ട് കിടക്കുകയാണ്. നിങ്ങളൊക്കെ എന്താ ചിരിക്കണത്? ഒരാൾക്ക് പനി പിടിച്ചു കിടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ നാട്ടിലില്ലേ? 2-3 ദിവസം എന്റെ അടുത്താണ് ഇരിക്കുന്നത്. 2-3 ദിവസമായിട്ട് അസംബ്ലിക്കലും വരുന്നില്ല, പിന്നെ ക്യാബിനറ്റിലും ഇല്ലായിരുന്നു. എല്ലാരും പറയുന്നത് എന്നെ പേടിച്ച് വരാതെന്നാ പറയുന്നത്. അല്ല ശരിക്കും പനിയായിട്ട് കിടക്കുകയാണ് കേട്ടോ. വിശ്വസിച്ച് സജി ചെറിയാൻ ശരിക്കും പരാമർശം തിരുത്തേണ്ടതല്ല മിനിസ്റ്ററെ? സജി ചെറിയനെ സാധാരണ ഇതുപോലെ എന്തെങ്കിലും തെറ്റ് പറ്റിയാലും തിരുത്തുന്ന ആളാണല്ലോ. മുമ്പും അങ്ങനെയാണല്ലോ. മുമ്പ് അതിന്റെ പേരിൽ ഒരുപാട് ത്യാഗം അനുഭവിച്ചിട്ട് ആളാണല്ലോ. അതുകൊണ്ട് നമ്മളൊരു സൗജന്യം കൊടുക്കുകയൊക്കെ. അതെ ഭരണഘടന പോലും എന്താന്നറിഞ്ഞത് ത്യാഗം സഹിച്ചതിന് ശേഷമാണല്ലോ. ഒരു ശുദ്ധ മനസ്സുകൊണ്ടങ്ങ് ഇങ്ങനെ ആവശ്യം കൊണ്ട് പറയുമ്പോ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. തീർത്തും സത്യസന്ധനും നിഷ്കളങ്കനും പാവമായോണ്ടാണ് സജി ചെറിയാൻ അങ്ങനൊക്കെ പറഞ്ഞതെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. പനിയൊക്കെ മാറി അടുത്ത വിവാദം ഉണ്ടാക്കാൻ എത്രയും പെട്ടെന്ന് സജി ചെറിയാൻ തിരിച്ചെത്തുന്നതായിരിക്കും. അല്ല, അടുത്ത തത്വം കണ്ടുപിടിക്കാൻ സജിയേട്ടൻ എത്രയും പെട്ടെന്ന് തിരുമ്പി വരുന്നതായിരിക്കും ഉദ്ദേശിച്ചത്. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.